അസ്സലാമലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഈദ് സ്പെഷ്യൽ പുഡിംഗ് ആയാലോ? നമ്മുടെ ചോക്ലേറ്റും ബിസ്ക്കറ്റും ക്രീമും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പുഡിംഗ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 1/2 കപ്പോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പോളം ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് കട്ടകളായിട്ട് മാറിപ്പോവും. ഇനി 1/2 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 20 to 24 മിനിറ്റ്സോളം നമുക്ക് കൈ ഇളക്കാതെ ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ കുറുക്കിയെടുക്കണം. ഇനി നമ്മളെ ചോക്ലേറ്റ് ഏകദേശം ഈ ഒരു തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഞാനിവിടെ ഒരു 100 ഗ്രാമോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബട്ടറും കൂടി ഒന്ന് മെൽറ്റാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടിയും കൈ ഇളക്കാതെ ഇളക്കിയിട്ട് ഇതേപോലെ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഏകദേശം ഇതേപോലെ. ഇനി നമുക്കത് എടുത്തിട്ട് നമ്മളെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ അതിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറേശ്ശെ ഇതേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുഡിംഗ് ട്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്താം. ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫീസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ്. നിങ്ങളെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചെടുത്താലും മതി. ഇനി ഇതേപോലെ ഓരോന്നായി സെറ്റ് ചെയ്തിട്ട് വെച്ചെടുക്കുക. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാമോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യണം. ഷുഗർ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാതെ കുറച്ചൊരു ക്രീം കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട. നമ്മളെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഏകദേശം ഈ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയാൽ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഉള്ള നമ്മൾ പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറേശ്ശെ നമ്മൾ ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറേശ്ശെ ആഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് മുഴുവനായിട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്ക്കറ്റ് നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം മെല്ലെ ഇത് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം മുഴുവനായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡെക്കറേഷൻ പരിപാടിയാണ്. ഡെക്കറേഷൻ പരിപാടിക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കട്ട് ചോക്ലേറ്റ്സ് മുഴുവനായിട്ടൊന്ന് വെതറി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പരിപാടി ഇവിടെ ഫിനിഷായി. ഇനി നമുക്ക് റാപ്പ് ഷീറ്റ് കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഉണ്ടാക്കി രാവിലെ കഴിക്കുന്നതാവും ബെറ്റർ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ 6 മണിക്കൂറിന് ശേഷം നമ്മൾ പുഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ക്രീമും ആ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ പാടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ്. അപ്പോൾ ഓരോരോ പീസുകളാക്കിയിട്ട് പെടുന്നാക്ക് കഴിച്ചു നോക്ക്. അപ്പോൾ പിന്നെ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഫ്രം കോയാസ് റെസിപ്പി.